ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസം കോൾഡ് എല്ലാം ആയതുകൊണ്ട് സൗണ്ട് എല്ലാം പോയതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ ഒരു കാര്യമെല്ലാമാണ് നോക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം എനിക്ക് 179 രൂപ ഇത് സൂപ്പർ താങ്ക്സ് ആയി രാജൻ എസ് സീൻ വ്ളോഗ്സ് എന്നതിൽ നിന്നും ലഭിച്ചിരുന്നു. അപ്പോൾ അവർക്കൊരു താങ്ക്സ് പറയുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇഷ്യൂ എന്താണ് എന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ഒരു കാര്യമെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ആഡ്സെൻസ് അക്കൗണ്ട് എല്ലാം ഇത് കട്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ആഡ്സെൻസ് എല്ലാം ഇനാക്റ്റീവ് ആവുകയാണെങ്കിൽ ഇതെല്ലാം ക്ലിയർ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പലപ്പോഴും പലർക്കും വരുന്ന ഒരു പ്രശ്നമാണിത്. അവരുടെ ആഡ്സെൻസ് അക്കൗണ്ട് കറക്റ്റായി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ, അതായത് നിങ്ങളുടെ ആഡ്സെൻസിലേക്ക് 6 മാസമായി നിങ്ങൾക്ക് വരുമാനമൊന്നും വരുന്നില്ല എങ്കിലെല്ലാം ഇത്തരത്തിൽ നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ട് എല്ലാം ഇത് ഡിസേബിൾ ആകാം. അപ്പോൾ സാധാരണ ഇത് സംഭവിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് എല്ലാം വന്നു, എന്നാൽ ഇത്തരത്തിൽ ഈ റീയൂസ്ഡ് കണ്ടന്റ് എല്ലാം നിങ്ങളുടെ ചാനലിൽ വരുമ്പോൾ തന്നെ ആ ഒരു പ്രശ്നം നിങ്ങൾ അതെല്ലാം ഫിക്സ് ചെയ്ത്, അതായത് റീയൂസ്ഡ് കണ്ടന്റ് എല്ലാം റിമൂവ് ചെയ്ത് നിങ്ങൾ റീ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ചാനലിലേക്ക് വരുമാനമെല്ലാം വരുമ്പോൾ അതാണ് നിങ്ങളുടെ ആഡ്സെൻസിലേക്ക് റിഫ്ലക്റ്റ് ആകുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ അത് കറക്റ്റ് സമയത്ത് ക്ലിയർ ചെയ്യുന്നില്ല, നിങ്ങളുടെ ആഡ്സെൻസ് നിങ്ങൾ 6 മാസമായി അതിലേക്ക് വരുമാനമൊന്നും വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആഡ്സെൻസ് ഇത് ഡിസേബിൾ ആകാം അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആകാം. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഇനാക്റ്റീവ് ആയവർ എന്താണ് പിന്നീട് നമ്മുടെ ഈ ആഡ്സെൻസ് അക്കൗണ്ട് റീആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇവരുടെ ഈ ഒരു ചാനലിൽ എൻ്റെ ആഡ്സെൻസ് കട്ടായി ബ്രോ, അതൊന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഞാനിപ്പോൾ ഇത് സിസ്റ്റം എടുത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. എൻ്റെ സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് ആഡ്സെൻസ് എല്ലാം ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഈ കുക്കീസിൽ നമ്മൾ പലവിധ ആഡ്സെൻസ് എല്ലാം യൂസ് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടാം. അതിനാൽ തന്നെ ഞാൻ ആരുടെ കയ്യിൽ നിന്നും ID പാസ്വേഡ് ഒന്നും വാങ്ങാറില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് തന്നെ ഇത് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ അതിനുള്ള അഡ്വൈസ് എല്ലാം നൽകുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്ത് അത് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ ആ വീഡിയോ കണ്ട് ഇത് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ നമ്മുടെ ആഡ്സെൻസ് ഇനാക്റ്റീവ് ആവുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ്സെൻസ് ഇത് നിങ്ങൾക്ക് ഇനാക്റ്റീവ് ആവുമ്പോൾ നിങ്ങൾക്കൊരു മെയിൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം ലഭിക്കാം. യുവർ ആഡ്സെൻസ് അക്കൗണ്ട് ഹാസ് ബീൻ ഡീആക്ടിവേറ്റഡ് ഡ്യൂ ടു ഇനാക്ടിവിറ്റി എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇത് ഇനാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ, ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ആഡ്സെൻസ് അക്കൗണ്ട് ഇപ്പോൾ ഇത് ഡീആക്ടിവേറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത്തരത്തിൽ നിങ്ങളുടെ ഈ ഒരു ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് ആക്ടിവിറ്റി ഒന്നും 6 മാസമായി ഒന്നും തന്നെ റിസീവ് ചെയ്യുന്നില്ല എങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായി ഡീആക്ടിവേറ്റ് ആകും. ഇത്തരത്തിൽ ഈ ഡീആക്ടിവേറ്റ് ആയതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ എല്ലാമാണ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജിൽ കാണാൻ സാധിക്കുക. ഇനി നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് ഇത് ഫിക്സ് ചെയ്യുവാൻ വേണ്ടി ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇപ്രകാരം നിങ്ങളുടെ ഈ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ യുവർ ആഡ്സെൻസ് അക്കൗണ്ട് ആസ് ഡീആക്ടിവേറ്റഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഇനാക്റ്റീവ് എന്ന മെസ്സേജ് ഇവിടെയും നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ആയിരിക്കുന്നത് കാണാം. അതായത് ഈ ഒരു വാർണിംഗ് മെസ്സേജ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ റീയൂസ്ഡ് കണ്ടന്റ് എല്ലാമായി നിങ്ങളുടെ ചാനലിന് ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ഇതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് റീ അപ്ലൈ ചെയ്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ പോയതിന് ശേഷം ഏൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് സൈൻ അപ്പ് ഫോർ ഗൂഗിൾ ആഡ്സെൻസ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിന് താഴെയായി സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ലഭിക്കുക. ഇവിടെ നമ്മുടെ ആഡ്സെൻസിലേക്ക് റീഡയറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാമാണ് ലഭിക്കുക. അതിനാൽ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് യെസ് ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ഉണ്ട്. ആ ഒരു അക്കൗണ്ട് വെച്ച് നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യണം. അതിനാൽ തന്നെ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്കിവിടെ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ നിങ്ങളുടെ ആഡ്സെൻസിൻ്റെ ഇതിൻ്റെ ID പാസ്വേഡ് എല്ലാം എൻ്റർ ചെയ്യാൻ പറയും. നേരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ ആഡ്സെൻസിൻ്റെ ID അതുപോലെ പാസ്വേഡ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു പേജെല്ലാം ലഭിക്കും. അതായത് നിങ്ങളുടെ ആഡ്സെൻസ് ഇൻഫർമേഷൻ നിങ്ങൾ നേരത്തെ ഫിൽ ചെയ്തിരിക്കുന്നതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് ബ്ലർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരം ആക്സെപ്റ്റ് അസോസിയേഷൻ എന്ന് താഴെ വന്നിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ ഇവിടെ ഈ ആക്സെപ്റ്റ് അസോസിയേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജിലേക്കാണ് വരിക. ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് കോൾ എല്ലാം വഴി നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാം. അതായത് നിങ്ങൾക്കൊരു കോഡ് ലഭിക്കും, അത് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ടെക്സ്റ്റ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സെൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എൻ്റർ ദി വെരിഫിക്കേഷൻ കോഡ് എന്ന് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു വെരിഫിക്കേഷൻ കോഡ് ഇത് ഇവിടെ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഗെറ്റിംഗ് യുവർ ആഡ്സെൻസ് റെഡി ഫോർ യൂട്യൂബ്. നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിന് നമ്മുടെ ഈ ഒരു ആഡ്സെൻസ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ റിവ്യൂയിങ് യുവർ ഇൻഫോ. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഇൻഫർമേഷൻ എല്ലാം അവർ റിവ്യൂ ചെയ്യുകയാണ് എന്നതാണ് പറയുന്നത്. ഇത്തരത്തിൽ ഇത് റിവ്യൂവിലേക്ക് പോകുമ്പോൾ നമുക്ക് 24 മണിക്കൂറിനടുത്തെല്ലാം വെയിറ്റ് ചെയ്യേണ്ടതായുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് ഈ ഒരു റിവ്യൂ കംപ്ലീറ്റ് ചെയ്യേണ്ട സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇവിടെ ഈ ഒരു അക്കൗണ്ട് ഇത് റിവ്യൂ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും റീആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന റവന്യൂ എല്ലാം, അതായത് ഈ മാസത്തെ റവന്യൂ എല്ലാം ആണെങ്കിൽ അടുത്ത മാസം 12-ാം തീയതിക്കുള്ളിലായെല്ലാം നിങ്ങളുടെ ആഡ്സെൻസിലേക്ക് ആഡായി കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ഇനാക്റ്റീവായ ആഡ്സെൻസ് അക്കൗണ്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്കെല്ലാം ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ യൂട്യൂബ് ചാനലെല്ലാം ഉള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്